നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും. നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ്. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഉള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഇല്ലാത്തത് നോക്കിയാൽ നമുക്കൊരിക്കലും തികയില്ല. ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഓർക്കണം, തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധം അതിൽ നഷ്ടമാകുന്ന ഒന്നുകൂടെയുണ്ട്. അതാണ് വിശ്വാസം. ജീവിതം എന്ന പുസ്തകത്തിലെ ഇതുവരെയുള്ള പേജുകൾ മോശമായിരിക്കാം എന്ന് കരുതി വായന നിർത്തരുത്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പേജുകളായിരിക്കാം തുടരുന്നവ. യഥാർത്ഥത്തിൽ പരാജയം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നല്ല, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചില്ല എന്നതാണ്. ആവശ്യ നേരങ്ങളിൽ വിവേകമുള്ളവർ സംസാരിക്കുന്നു. എന്നാൽ വിഡ്ഢികൾക്ക് സംസാരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും വേണമെന്നില്ല. അതിയായി ആഗ്രഹിക്കുക. നേടിയെടുക്കണമെന്ന നിശ്ചയശക്തിയോടെ നിങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുക. വിജയം ഉറപ്പാണ്. 1000 പേർ കൂടെ ഉണ്ടായിട്ടും തനിച്ചായതുപോലെ തോന്നുന്നു എങ്കിൽ അതിന് കാരണം അതിലൊരാൾ പോലും നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. ജീവിതത്തിൽ നമ്മൾ മാത്രം എങ്ങും എത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കരുത്. ഇപ്പോൾ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുക. ചിന്തിച്ചിരിക്കാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ് ജീവിതം. ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത്. കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. വെറും താൽക്കാലികമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനം എടുക്കരുത്. മലിനമായ ജലം ഒരു സസ്യം വളരുന്നതിന് തടസ്സമാകുന്നില്ല. സസ്യത്തിന്റെ വേരുകൾ വേണ്ടത് മാത്രം വലിച്ചെടുക്കുന്നു. നിങ്ങൾ ഏത് മോശം സാഹചര്യത്തിലോ ആയിക്കോട്ടെ, നല്ലത് മാത്രം ചെയ്യുക. പുരുഷനെ ചതിക്കാൻ തുടങ്ങുന്ന സ്ത്രീ ആദ്യം തന്നെ അയാളെ അവിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.